നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. കത്ത് ഇപ്രകാരമാണ്. എന്റെ സുഹൃത്തിന് 61 വയസ്സായി. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കിയിരുന്നത്. മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകുകയും മക്കളെ ഉയർന്ന നിലയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യാതായിട്ട് 10 വർഷത്തോളമായി. ഇപ്പോൾ അദ്ദേഹം ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും മക്കളും ചേർന്ന് അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ്. കൂടെ ജീവിക്കുന്നത് കൊണ്ട് മാത്രം അല്പം ഭക്ഷണം നൽകുന്നു എന്നതല്ലാതെ മക്കളിൽ നിന്നോ ഭാര്യയിൽ നിന്നോ സാമ്പത്തികമായോ മരുന്ന് മേടിക്കുന്നതിനോ ഒന്നിനും തന്നെ പൈസ നൽകുന്നില്ല. മക്കൾ ഉയർന്ന നിലയിൽ നിൽക്കുന്നതിനാൽ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട പെൻഷന് വരെ അപേക്ഷ നൽകാതെ ഇരിക്കുകയാണ് അദ്ദേഹം. വീടിനുള്ളിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ക്രൂരമായി വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി എനിക്കറിയേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ ഇരിക്കുന്ന 5 സെന്റ് സ്ഥലവും വീടും ഒരു ദേവാലയത്തിന് അദ്ദേഹം വഖഫ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സമുണ്ടോ? ഇല്ല എങ്കിൽ അതിന് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്? കൂടാതെ പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയ്ക്കും മക്കൾക്കും ആ സ്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവകാശം ഉന്നയിക്കുവാൻ സാധിക്കുമോ? വഖഫ് നൽകിയ ശേഷം വസ്തുവിനെതിരെ അവകാശം ഉന്നയിച്ച് ഭാര്യയും മക്കളും കോടതിയെ സമീപിച്ചാൽ തിരിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും ആ സ്ഥലം തിരിച്ചു കിട്ടുമോ? അങ്ങനെ വരാതിരിക്കുവാൻ ഏത് തരത്തിലാണ് വഖഫ് ചെയ്യേണ്ടത് എന്നാണ് പരാതിക്കാരൻ തന്റെ സുഹൃത്തിന് വേണ്ടി ഈ കത്തിലൂടെ ചോദിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലുള്ള സ്വത്ത് ദാനം ചെയ്യുന്നതിന് നിയമപരമായി എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഈ കത്തിലെ ചുരുക്കം. അതിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കലിനെയാണ്. അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ ഇനി കേൾക്കാം. കത്തുകൊണ്ട് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ മക്കളെ നല്ല ആരോഗ്യമുള്ള കാലത്ത് മക്കളെയൊക്കെ നോക്കി സംരക്ഷിച്ചു, എല്ലാം ചെയ്തു. മക്കളിപ്പോ നല്ല നിലയിലായി കഴിഞ്ഞപ്പോ പിതാവിനെ സംരക്ഷിക്കുന്നില്ല. ഭാര്യ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് പിതാവിനെ സംരക്ഷിക്കുന്നില്ല. അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മറുപടി പറയുന്നത്. അത് മക്കൾ നല്ല പൊസിഷനിലായതുകൊണ്ട് അദ്ദേഹത്തിന് സാമൂഹ്യക്ഷേമ പെൻഷനും ലഭിക്കുന്നില്ല. ഇത് രണ്ടുമാണ് എനിക്ക് കത്തിൽ വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ കാര്യം, മക്കൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം നമുക്ക് പ്രദേശത്തുള്ള RDO, റവന്യൂ ഡെവലപ്മെന്റ് ഓഫീസർ, RDOക്ക് നമുക്കൊരു പരാതി കൊടുക്കാം. RDOക്ക് പരാതി കൊടുത്തിട്ട് ഈ മക്കൾ സംരക്ഷിക്കുന്നില്ല എന്നും മക്കളിൽ നിന്ന് നിശ്ചിത തുക കൃത്യമായി എനിക്ക് എല്ലാ മാസവും വാങ്ങി തരണമെന്നും പറഞ്ഞ് നമ്മൾ സീനിയർ സിറ്റിസൺ ആക്ട്, വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 വന്നിട്ടുള്ള നിയമപ്രകാരം RDOക്ക് പരാതി കൊടുത്താൽ RDO അടിയന്തരമായി മക്കളെ വിളിച്ചു വരുത്തി ഇദ്ദേഹത്തിന് മരുന്നും ഭക്ഷണവും സംരക്ഷണം നൽകാനുള്ള പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള തുക, ഓരോ മക്കൾ എത്ര കൊടുക്കണം എന്നുള്ള തുക ഉൾപ്പെടെ നിശ്ചയിച്ച് ആ തുക ഈടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. മക്കൾ നല്ല പൊസിഷനിലായതുകൊണ്ട് പിതാവിന് സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിക്കാൻ യാതൊരു നിയമവും ഇല്ല. സാമൂഹ്യക്ഷേമ വകുപ്പ് പ്രകാരം നിങ്ങൾ അപേക്ഷിച്ചാൽ മക്കൾക്ക് ഉന്നത നിലവാരത്തിൽ കഴിയുന്നു എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നതല്ല. അതിന് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾ കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തത്, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ നിങ്ങൾക്ക് വഖഫ് ചെയ്യണം. അതായത് നിങ്ങളെ സംരക്ഷിക്കാത്തത് കൊണ്ടോ സംരക്ഷിച്ചാലോ സംരക്ഷിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്കത് വഖഫ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്മൾ വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ആദ്യം പറയണം. നമ്മൾ ഏത് രീതിയിലാണ് വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പേരിലുള്ള വസ്തുവകകൾ അത് മദ്രസയാക്കാൻ നിങ്ങൾക്ക് വഖഫ് ചെയ്യാം. മദ്രസയാക്കണം എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാം. അത് പള്ളിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ സമാന രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന മറ്റ് മാതാപിതാക്കളോ പിതാവോ അല്ലെങ്കിൽ മക്കൾ സംരക്ഷിക്കാതെ അത്തരത്തിലുള്ള ആളുകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിലോട്ട് വേണ്ടിയുള്ള ഒരു അഭയകേന്ദ്രമാക്കണമെന്നോ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ഒരു മുദ്ര പേപ്പറിൽ എഴുതി വെക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വിശ്വസിക്കുന്ന പള്ളിയിൽ, ഇപ്പൊ നിങ്ങളുടെ പ്രദേശത്തുള്ള പള്ളിയിൽ വഖഫ് ചെയ്യാമെന്നും പറഞ്ഞ് എഴുതിയിട്ട് ആ പള്ളിയുടെ പേരിൽ ഇത് ആധാരം രജിസ്റ്റർ ചെയ്ത് വെക്കുക. നിങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവും ഇല്ല. പള്ളിയുടെ പേരിൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി ആധാരം രജിസ്റ്റർ ചെയ്ത് ആ ആധാരത്തിന്റെ കോപ്പി രഹസ്യമായി പള്ളിയിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലശേഷം ഇത് വഖഫ് ചെയ്ത പ്രോപ്പർട്ടിയായി സംരക്ഷിക്കപ്പെടും. ആ മഹല്ല് കമ്മിറ്റിയിൽ അത് സംരക്ഷിക്കപ്പെടും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴോ മരിക്കുമ്പോഴോ ആർക്കും ഇത് റദ്ദാക്കാനും കഴിയില്ല. നിങ്ങൾ എഴുതി വെച്ച് പോയാൽ രണ്ട് പ്രാവശ്യം പുനരാലോചിക്കണം. എഴുതി വെച്ച് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഉൾപ്പെടെ അത് റദ്ദ് ചെയ്യാൻ കഴിയില്ല. അത് എഴുതി വെക്കുന്നതിന് മുൻപേ നിങ്ങൾ പ്രത്യേകമായി ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. വൺസ് നമ്മൾ തീരുമാനമെടുത്ത് അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി
അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആധാരത്തിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അത് രേഖപ്പെടുത്തിയിട്ട് മഹല്ല് കമ്മിറ്റിയിലോട്ട് ഏൽപ്പിക്കുക. തൊട്ടടുത്ത പള്ളിയിലെ മഹല്ല് കമ്മിറ്റിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തീർച്ചയായും പാലിക്കപ്പെടും. നിങ്ങൾക്ക് ശേഷവും എത്ര തലമുറ കഴിഞ്ഞാലും ആ വസ്തു മഹലിന്റേതായി നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള രീതിയിൽ തന്നെ അത് വഖഫ് ചെയ്തതായിട്ട് രേഖപ്പെടുത്താം. ഒരിക്കൽ വഖഫ് ചെയ്ത് പോയാൽ പുനർചിന്തിക്കാൻ നമുക്ക് കോടതിയെ സമീപിച്ചാൽ പോലും അതിൽ മാറ്റമില്ല. കാരണം വഖഫ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ്. വഖഫ് ചെയ്യുക എന്നുള്ള അവകാശത്തെ, അത് സ്വത്തുവകകൾ നമുക്ക് മക്കൾക്ക് ലഭിക്കുമെങ്കിൽ പോലും മക്കൾക്ക് പോലും ലഭിക്കാതെ നമുക്ക് സ്വത്തുവകകൾ വഖഫ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എത്ര തലമുറ കഴിഞ്ഞാലും നമുക്ക് സ്വർഗത്തിൽ പോയാൽ അവിടെ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് വഖഫ് ചെയ്യുന്നതിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വഖഫ് ആക്ടിലും ഇതിലും. ഒരിക്കൽ നമ്മൾ എഴുതിയാൽ കോടതി പോയാലോ നമുക്ക് റദ്ദ് ചെയ്യാൻ കഴിയില്ല ആർക്കും. ഇതാണ് കത്തിനുള്ള മറുപടി. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇതും പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത്. കത്ത് ഇപ്രകാരമാണ്. എന്റെ ഭർത്താവ് 2017 മാർച്ച് 12 മരണപ്പെട്ടു. ഭർത്താവിന്റെ മരണശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് വന്നു. ആ വീട്ടിൽ ഞാനും അമ്മയുമാണ് താമസിച്ചിരുന്നത്. അമ്മയും ഞാനും താമസിക്കുന്ന വീട് ഇപ്പോൾ വാസയോഗ്യമല്ലാതായിട്ട് ഏകദേശം 7 വർഷമായി. അമ്മയുടെ കാര്യങ്ങൾ എല്ലാം നോക്കിയിരുന്നത് ഞാനാണ്. 2024 ഏപ്രിൽ മാസത്തിൽ അമ്മ മരണപ്പെട്ടു. മരണാവശ്യങ്ങൾക്കും പണമെല്ലാം ചെലവഴിച്ചത് ഞാൻ തന്നെയാണ്. അമ്മയ്ക്ക് ഞങ്ങൾ 4 മക്കളാണ്, 3 പെണ്ണും 1 ആണും. അമ്മയുടെ മരണശേഷം ഓഹരി വേണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള മക്കളെല്ലാം തമ്മിൽ വഴക്കാണ്. ഞങ്ങൾക്ക് 25 സെന്റ് ഭൂമി ഉണ്ടായിരുന്നത് ഭാഗം കഴിഞ്ഞതാണ്. അമ്മയ്ക്കും ചേച്ചിമാർക്കും കൂടി 9 സെന്റ് സ്ഥലവും സഹോദരന് 8 സെന്റ് സ്ഥലവും എനിക്ക് 7 സെന്റ് സ്ഥലവുമാണ് തന്നത്. ഇത്രയും നാളും എന്നെയോ അമ്മയെയോ ഈ സഹോദരങ്ങൾ അന്വേഷിച്ചിരുന്നില്ല. അമ്മ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമ്മയെ നോക്കുന്ന ആൾക്കാണ് അമ്മയുടെ പേരിലുള്ള സ്വത്തിന്റെ അവകാശം എന്നാണ്. എന്നാൽ ബാക്കിയുള്ള മക്കൾ പറയുന്നത് അമ്മയുടെ അവകാശം ഞങ്ങൾക്കെല്ലാം വേണമെന്നാണ്. എങ്ങനെയാണ് 4 മക്കൾക്കും ഈ അവകാശം വരുന്നത്? അതിന് ഓണർഷിപ്പ് മാറ്റണമോ? എനിക്ക് 7 സെന്റിൽ വീട് പണിയാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള സഹായം ലഭിക്കുമോ? സ്വത്ത് സംബന്ധിച്ച ഈ കത്തിനുള്ള മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവാനപ്പറമ്പിലിനെയാണ്. അദ്ദേഹം നൽകുന്ന മറുപടി ഇപ്രകാരമാണ്. ഈ കത്തിൽ പ്രധാനമായും 2 കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരണപ്പെട്ട അമ്മയുടെ സ്വത്തിന്റെ അവകാശം എങ്ങനെയാണ് ഭാഗം പിരിയേണ്ടതെന്നാണ് ആദ്യത്തേത്. ഒരാൾ ഒരു വിൽപത്രമോ മറ്റു കാരണങ്ങളോ ഒന്നും ജനിപ്പിക്കാതെ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ വ്യക്തി നിയമത്തിന് അനുസൃതമായിട്ടാണ് അവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വ്യക്തി നിയമം വിവിധ മതവിഭാഗങ്ങൾക്ക് വിവിധ തരത്തിലാണ്. ഇതിലെ സൂചനകൾ വെച്ച് ചോദ്യകർത്താവ് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും മരണപ്പെട്ട അമ്മയുടെ മാതാവ് ജീവിച്ചിരിപ്പില്ല എന്നുമാണ് അനുമാനിക്കാൻ പറ്റുക. ഈ സാഹചര്യത്തിൽ അമ്മയുടെ 3 സെന്റ് സ്ഥലത്തിനുള്ള അവകാശം എല്ലാ മക്കൾക്കും തുല്യമായി തന്നെയായിരിക്കും. ജീവിച്ചിരിക്കുന്ന സമയത്ത് വാക്കാലുള്ള അമ്മയുടെ പ്രസ്താവന നിയമപരമായി ബാധകമല്ല. ഹിന്ദു സക്സഷൻ ആക്ട് 1956 സെക്ഷൻ 30 പ്രകാരം ഒരു വിൽപത്രം എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് 2 സാക്ഷികൾ കൂടി സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ലീഗലി വാലിഡ് ആവുകയുള്ളൂ. അങ്ങനെ ഒരു വിൽപത്രം ഇവിടെ അമ്മ ജനിപ്പിച്ചതായിട്ട് എങ്ങും പറയുന്നില്ല. അമ്മ അങ്ങനെ ഒരു വിൽപത്രം എഴുതി വെക്കാതെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ അമ്മയെ ആര് സംരക്ഷിച്ചു പരിരക്ഷിച്ചു പോകുന്നതെന്നും കണക്കിലെടുക്കാതെ നിങ്ങളെ കൂടാതെയുള്ള മറ്റ് മക്കൾക്ക്, അമ്മയുടെ മറ്റു മക്കൾക്കും കൂടി അമ്മയുടെ സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കും. നിങ്ങൾക്കിതിൽ മോറൽ ക്ലെയിം മാത്രമാണ് ഉള്ളത്. ചോദ്യകർത്താവിന് ഇതിൽ മോറൽ ക്ലെയിം എന്ന് ഉദ്ദേശിച്ച് അമ്മയെ സംരക്ഷിച്ചു പരിരക്ഷിച്ചു പോകുന്നതിനുള്ള തുക അമ്മയുടെ സ്വത്തുക്കളിൽ നിന്നും വകയിരുത്തുന്നതിനായിട്ടുള്ള മോറൽ ക്ലെയിം. അതൊരു നിയമപരമായിട്ടുള്ള ക്ലെയിം ഒന്നുമല്ല. അടുത്ത ചോദ്യം ഓണർഷിപ്പ് മാറ്റണോ എന്നാണ്. അമ്മയുടെ പേരുള്ള 3 സെന്റ് സ്ഥലത്താണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നതെന്നും ആ വീടിന്റെയും സ്ഥലത്തിന്റെയും ഓണർഷിപ്പ് മാറ്റണോ എന്നുമാണ് ചോദ്യമെന്ന് കരുതുന്നു. അനുബന്ധമായി ഒരു ചോദ്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഓണർഷിപ്പ് മാറ്റിയാൽ ചോദ്യകർത്താവിന്റെ 7 സെന്റിൽ വീട് പണിയാൻ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുമോ എന്നും. അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കി അവകാശ പോക്കുവരവ് ചെയ്താൽ അമ്മയുടെ എല്ലാ നിയമാനുസൃത അവകാശികളുടെയും പേരിലേക്കാക്കി കരം തീർക്കാം. പക്ഷെ നിങ്ങളുടെ അടുത്ത ചോദ്യം, നിങ്ങളുടെ പേരിലേക്ക് അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന വീടിന്റെ ഓണർഷിപ്പ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് 7 സെന്റിൽ വീട് പണിയാനുള്ള ധനസഹായം ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളിൽ നിന്നും ലഭ്യമാവില്ല. കാരണം ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളിലേക്ക് ധനസഹായത്തിനായി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ പേരിൽ മറ്റു വീടുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട്. അത് പാലിക്കപ്പെടാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ധനസഹായത്തിനുള്ള അർഹത നഷ്ടപ്പെടും.
ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തും പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത്. കത്ത് ഇപ്രകാരമാണ്: ഞാൻ 61 വയസ്സുള്ള ഭിന്നശേഷിക്കാരനാണ്. കൂടാതെ ഇപ്പോൾ ഹാർട്ട് പേഷ്യന്റുമാണ്. എന്റെ അച്ഛൻ 2021 ഒക്ടോബർ 12 തീയതി മരണപ്പെട്ടു. എറണാകുളം ജില്ലയിൽ അച്ഛന് 18 സെന്റ് സ്ഥലവും വീടും സ്വന്തം പേരിലുണ്ട്. അച്ഛന് ഞങ്ങൾ 3 മക്കളാണ്. 2008 അമ്മ മരണപ്പെട്ടു. പ്രസ്തുത വീട്ടിൽ മുകളിലത്തെ നിലയിൽ ചേട്ടനും താഴത്തെ നിലയിൽ അനുജത്തിയും താമസിക്കുന്നുണ്ട്. ഞാൻ എറണാകുളം ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. ഞാൻ ഇതുവരെ ഒരു അവകാശവും എന്റെ വീട്ടിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല. അച്ഛന്റെ പേരിലുള്ള വീടിനും സ്ഥലത്തിനും കൂടി ഏകദേശം 2 കോടിയിലധികം വില വരും. അച്ഛന്റെ മരണശേഷം എന്റെ ഓഹരി ലഭിക്കുന്നതിന് വേണ്ടി 2024 മാർച്ച് മാസത്തിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അപേക്ഷ നൽകി. 2 സിറ്റിംഗിന് ശേഷവും ഒരു ധാരണയിലും എത്താത്തത് കാരണം ഞാൻ പാർട്ടീഷൻ സൂട്ട് കോടതിയിൽ കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മീഡിയേഷനിലിരുന്ന വക്കീൽ എന്നോട് പറയുന്നത് സൗജന്യ സഹായം ലഭിക്കുമെങ്കിലും കോടതി ചെലവിനായി ഏകദേശം 20 ലക്ഷത്തോളം കെട്ടിവെക്കേണ്ടി വരുമെന്നതാണ്. എനിക്ക് ആകെ ലഭിക്കുന്ന വരുമാനം PF പെൻഷൻ മാത്രമാണ്. ഇത്രയും തുക കെട്ടിവെക്കുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ആയതിനാൽ നിയമവേദിയിലൂടെ എനിക്കറിയേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. പാർട്ടീഷൻ സൂട്ട് കൊടുക്കുവാൻ ഏകദേശം 20 ലക്ഷം കെട്ടിവെക്കണമോ? അതിന്റെ നിയമവശം എന്താണ്? കേസ് വിധിയായി വരാൻ എത്ര കാലതാമസം വരും? കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ സ്വത്ത് വിറ്റെടുക്കുവാൻ സാധിക്കുമോ? കേസ് വിധിയാകുന്നതുവരെ എനിക്ക് സഹോദരങ്ങളിൽ നിന്നും കോമ്പൻസേഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? സ്വത്ത് സംബന്ധിച്ച് ഒരു നിയമപ്രശ്നമാണ് ഈ കത്തിലൂടെ ശ്രോതാവ് ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾ ഉന്നയിച്ചിരിക്കുന്ന 4-ലേറെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയെയാണ്. അദ്ദേഹം നൽകുന്ന വിശദമായ മറുപടി ഇനി കേൾക്കാം. കിട്ടിയ കത്ത് വായിച്ചു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി. കത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഭാഗം വെപ്പിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ചോദ്യകർത്താവിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. ചോദ്യകർത്താവിന്റെ അച്ഛന്റെ പേരുള്ള വസ്തുവിനെ സംബന്ധിച്ചുള്ള സംശയമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ചോദ്യകർത്താവിന് 2 സഹോദരർ കൂടിയുള്ളതായി മനസ്സിലാക്കുന്നു. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് ഒരു ഹിന്ദു പുരുഷൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ക്ലാസ് 1 ആയിട്ടുള്ള അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളുടെ അമ്മ, ഭാര്യ, പിന്നെ മക്കൾ, ഇത്രയും പേരാണ് ക്ലാസ് 1 അനന്തരാവകാശികൾ. അപ്പോൾ ചോദ്യകർത്താവിന്റെ അച്ഛൻ മരണപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ആളുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് മരണപ്പെട്ട ആളുടെ അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇതിൽ ഭാര്യ മരിച്ചതായി പറയുന്നുണ്ട്, അമ്മ മരിച്ചിട്ടുള്ളതായി കണക്കാക്കാം, അറിയില്ല. അപ്പോൾ ചോദ്യകർത്താവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ആണ് ഈ ചോദ്യകർത്താവിന്റെ അച്ഛന്റെ വസ്തുവിന് അനന്തരാവകാശികളായിട്ട് ഹിന്ദു പിന്തുടർച്ച നിയമ അവകാശം വഴി വരുന്നത്. അപ്പോൾ അച്ഛന്റെ വസ്തുവിന് 1/3 ഭാഗിച്ചു കിട്ടാനുള്ള ഒരു അവകാശം ഈ ചോദ്യകർത്താവിനുണ്ട്. ഇപ്പോൾ ഈ ഭാഗിക്കേണ്ട വസ്തുവിൽ ഒരു കെട്ടിടമുണ്ടെന്നും ആ കെട്ടിടം സഹോദരന്റെയും സഹോദരിയുടെയും കൈവശത്തിലും അനുഭവത്തിലും ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മാറി താമസിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വസ്തു ഭാഗിച്ചു കിട്ടാനുള്ള ഒരു അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് 1/3 അവകാശം അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ ഈ വസ്തുവിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ഇനി ഭാഗിച്ചു കിട്ടാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ഇത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ലീഗൽ സർവീസ് അതോറിറ്റിയെ 1-2 പ്രാവശ്യം സമീപിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റിയിൽ സഹോദരന്മാരെ വിളിച്ചെങ്കിലും അതിൽ ഒരു തീർപ്പുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ഒരു സിവിൽ സൂട്ട് കൊടുക്കുക, ഒരു സിവിൽ അന്യായം വസ്തു ഭാഗിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള സിവിൽ അന്യായം ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ കോടതി ചിലവ് എത്ര വരും? അദ്ദേഹം ഒരു അഭിഭാഷകയുമായി കൺസൾട്ട് ചെയ്തപ്പോൾ ഏതാണ്ട് 20 ലക്ഷത്തോളം കോർട്ട് ഫീ കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞതായി മനസ്സിലാക്കുന്നു. പാർട്ടീഷൻ സൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കോടതി ചിലവായി കോർട്ട് ഫീ ആയിട്ട് കെട്ടേണ്ട തുക 20 ലക്ഷമില്ല, 300 രൂപയും പിന്നെ പെറ്റീഷന്റെ 50 രൂപ, അങ്ങനെ അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഭാഗം ചെയ്യുന്നുള്ള പാർട്ടീഷൻ സൂട്ട് ഫയൽ ചെയ്യുന്നതിന് 20 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രിലിമിനറി ഡിഗ്രി പാസ്സായ ശേഷം ഫൈനൽ ഡിഗ്രി പാസ്സാകുന്നതിന് മുമ്പ് ഈ വസ്തുവിൽ നിങ്ങൾക്കുണ്ടായ എത്രയാണോ ഷെയർ, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് 2 കോടി രൂപ വില വരുന്ന വസ്തുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ 1/3 അവകാശമാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഷെയറിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 ലക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ആ 70 ലക്ഷത്തിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും എത്രയാണോ അത് ഫൈനൽ ഡിഗ്രി പാസ്സാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും.
അത് 2 കോടിയുടെ അല്ല, ഏകദേശം 70 ലക്ഷം രൂപയുടെ കെട്ടിവെക്കേണ്ടി വരാം. അത് ഈ ഫൈനൽ ഡിഗ്രി നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യും. ആ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് നിങ്ങൾക്ക് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കോടതിയിൽ കെട്ടിവെക്കേണ്ടത്. ഇത് ഫൈനൽ ഡിഗ്രി തലത്തിലേക്ക് ചെന്നാൽ മാത്രം കെട്ടിവെക്കേണ്ട ഒരു തുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും സഹോദരന്മാർ തമ്മിലുള്ള തർക്കമായതുകൊണ്ട് ഇതിന് മീഡിയേഷന് വെക്കാം, ചിലപ്പോൾ അദാലത്തിൽ ഇതിൽ തീർപ്പ് കൽപ്പിക്കാം. മീഡിയേഷൻ അനുരഞ്ജന ചർച്ചകൾ വീണ്ടും അഭിഭാഷകരുടെ നേതൃത്വത്തിൽ നടക്കും. അതിൽ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് തന്നെ 3 പേരും ചേർന്ന് ഒരു സെറ്റിൽമെന്റ് ആധാരം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം ചെയ്താൽ മതി. അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാർക്ക് താങ്കളുടെ ഓഹരി വിലക്ക് എടുക്കുകയും ചെയ്യാം. അങ്ങനെയെല്ലാം പല രീതിയിൽ ഇത് സെറ്റിൽ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് കേസ് കൊടുക്കുന്നത് തന്നെയാണ് അഭികാമ്യം. പിന്നീട് ചോദിച്ചു എത്ര നാൾക്കുള്ളിൽ ഇത് തീർക്കാൻ കഴിയുമെന്ന്. ടൈം ഫ്രെയിം നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അത് എത്രയും വ്യഗ്രതയോടെ, എത്രയും ഉദ്ദേശശുദ്ധിയോടെ, എത്രയും സ്പീഡോടെ കാര്യങ്ങൾ നിങ്ങളുടെ അഭിഭാഷകൻ നീക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അദ്ദേഹത്തെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഫീസ് നൽകുകയും ഒക്കെ ചെയ്യേണ്ടത് താങ്കളുടെ ചുമതലയാണ്. അതനുസരിച്ച് കേസ് മുന്നോട്ട് പോകും. പിന്നീട് ചോദിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിൽ വസ്തുക്കൾ ഭാഗിക്കാൻ കഴിയുമോ, വിൽക്കാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ് കമ്മീഷണറായിരിക്കും ഈ ഭാഗത്തിനും, അല്ലെങ്കിൽ അത് വിൽപ്പനയ്ക്ക് പോവുകയാണെങ്കിൽ വിൽപ്പനയ്ക്കും മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ഇത് നടക്കുന്നത്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോടതിയിൽ വിജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി ഡിക്രി ആയി വരികയാണെങ്കിൽ കോടതി ചിലവ് മറ്റ് കക്ഷികളിൽ നിന്ന് ഈടാക്കിയെടുക്കാനുള്ള അവകാശം താങ്കൾക്കുണ്ട്. പക്ഷെ അതൊരു കോമ്പൻസേഷൻ എന്ന രീതിയിലല്ല, അല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലല്ല. പിന്നീട് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം ഈ വസ്തുവിന്റെ അവകാശി 1/3 അവകാശം താങ്കളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടിടം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു വാടക കണക്കാക്കി, വാടകയുണ്ടെങ്കിൽ ആ വാടകയുടെ ഒരു 1/3 നിങ്ങൾക്ക് ഈ പാർട്ടീഷൻ സൂട്ടിൽ ഇവരിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. എത്ര വാടക കിട്ടിയേക്കും അതിന്റെ ഒരു 1/3 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. പക്ഷെ അത് കാലഹരണ നിയമത്തിന്റെ അനുസൃതമായിട്ടായിരിക്കാം. തുകയെ സംബന്ധിച്ചുള്ള ഒരു തർക്കമായതുകൊണ്ട് 3 വർഷത്തിനുള്ളിൽ കിട്ടേണ്ട ഒരു തുകയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു ക്ലെയിമായി നിർത്താൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വാടകയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാടക കഴിഞ്ഞ 3 വർഷത്തേക്ക് ലഭിച്ചേക്കാവുന്ന വാടകയുടെ 1/3 നിങ്ങൾക്ക് കിട്ടാനും ഉള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല സിവിൽ അഭിഭാഷകനെ കാണുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഏകദേശം 70 ലക്ഷം രൂപയുടെ ഒരു വസ്തു ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ തുകയൊന്നും ചെലവാക്കാതെ അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കാതിരിക്കുന്നത് ചിലപ്പോൾ ഭാവിയിൽ നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് എത്രയും വേഗം ഒരു നല്ല സിവിൽ അഭിഭാഷകനെ കണ്ട് ഭാഗം ചെയ്തു കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്. സഹായം നീതി MS. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.